ഇന്ന് പരിശോധിക്കുന്നത് പ്രശ്നോപനിഷത്താണ്. ദശോപനിഷത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഭരദ്വാജപുത്രനായ സുകേശൻ, ശിവിപുത്രനായ സത്യകാമൻ, സൂര്യപുത്രനായ ഗാർഗ്യൻ, വിദർഭദേശീയനായ ഭാർഗവൻ, കത്യപുത്രനായ കബന്ധി എന്നിങ്ങനെ 6 ശിഷ്യന്മാർ ബ്രഹ്മജിജ്ഞാസയുണ്ടായി പൂജ്യപാതരായ പിപ്പലാദമുനിയെ പറ്റി കേട്ട് തങ്ങൾക്ക് എല്ലാം ഉപദേശിത്തരുമെന്ന് കരുതി സമിത്പാനികളായി അദ്ദേഹത്തെ സമീപിച്ചു. തന്നെ സമീപിച്ച ശിഷ്യന്മാരോട് പിപ്പലാദമുനി പറഞ്ഞു, നിങ്ങൾ 1 കൊല്ലം ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ച് ഇവിടെ താമസിക്കുവിൻ. അതിനുശേഷം നിങ്ങൾക്ക് അറിയേണ്ടതിനെപ്പറ്റി ചോദിച്ചുകൊള്ളുവിൻ. എനിക്കറിയാമെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു തരാം എന്ന്. അങ്ങനെ 6 ശിഷ്യന്മാർ ഓരോ ചോദ്യം അഥവാ പ്രശ്നം ചോദിക്കുമ്പോൾ പിപ്പലാദമുനി അതിന് പറയുന്ന ഉത്തരമാണ് പ്രശ്നോപനിഷത്തിലെ ഇതിവൃത്തം. എല്ലാ സംശയങ്ങളും തീർത്തതിന് ശേഷം ഗുരു അവരോട് പറഞ്ഞു, എനിക്ക് അറിയാവുന്നതായിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു തന്നു. ഇനി അറിയേണ്ടതായിട്ട് ഒന്നുമില്ലാതാനും.